നെതറിനകത്തോട്ട് എനിക്ക് ഒട്ടും പോകാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ 4 സൈഡിൽ നിന്ന് എനിക്ക് അറ്റാക്ക് വരികയാണ്. ഇതിനകത്ത് റേ ട്രേസിംഗ് ഇട്ട് അടിപൊളിയായിരിക്കും. പക്ഷേ ഇവിടെ റേ ട്രേസിംഗ് വർക്ക് ആവുന്നില്ല ഈ ഒരു വർഷത്തിനകത്ത്. എനിക്ക് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോട്ടെ. ഞാൻ പറഞ്ഞില്ല എന്റെ ഒരു വെയിൽ വരുന്ന നോക്ക്. സ്ഥലം നല്ല ഇരുട്ടാണ്. ഇതാ ഇങ്ങോട്ടെല്ലാം ഒരു ലൈറ്റിംഗ് എല്ലാം ഉണ്ട്. പക്ഷേ ഗെയിം കാണാൻ ഒരു രക്ഷയില്ല. നോക്ക് ഈ ഒരു അങ്ങ് തീർന്ന്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇനിയുള്ള എന്റെ ബാക്കി സമയം ഞാൻ മീനുക്കുട്ടിയുടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നു. മീനുക്കുട്ടിക്ക് നിങ്ങൾക്ക് അറിയാം, അവളിപ്പോ പാവം ഒറ്റയ്ക്ക് ഇവിടെ തറയിലിരിക്കുകയാണ്. ഒരുപാട് ശ്രദ്ധ എനിക്ക് അവളുടെ അടുത്തോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം ഞാൻ നല്ല ബിസിയാണ് ഇപ്പോൾ. ഞാൻ മീനുക്കുട്ടിക്ക് ഇവിടെ ചെറിയൊരു സിംഹാസനം ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ഞാൻ ഈ 12 seconds later മാറ്റിയിട്ട് അവിടെയും കൂടി നമുക്ക് കുറച്ച് എത്ര കൊല്ലം കൊണ്ട് ഈ ഗെയിം കളിക്കുന്ന എനിക്ക് മര്യാദക്കൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോലും അറിഞ്ഞു. എന്താ ഒരു പിക്കാസ് വെച്ച് ഒറ്റയടി തന്നെ മരിച്ചു പോയത്. അതങ്ങനെ ഈ ഒരു പിക്കാസ് അത് പെട്ടെന്ന് ഇതിന് വേറെ ഇത് അൺബ്രേക്കിംഗ് എഫിഷ്യൻസി എല്ലാം ഉണ്ട് എന്നും പറഞ്ഞ് ഇത്രയ്ക്ക് പവറാ അതിന്. ഞാൻ എന്താ ഇതിന്റെ ബാക്കിലുള്ള ഈ ഒരു ബ്ലോക്ക് പൊട്ടിക്കാൻ നോക്കിയതാണ്. അവളുടെ തോല് ഗൈസിന്റെ പരിസ്ഥിതി എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ 116ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ഡെക്കറേഷൻ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആ ബാനർ കൂടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാനത് റെക്കോർഡും ചെയ്തില്ല. പ്ലീസ് അത് ഞാൻ കൊണ്ടുവന്ന് ദാമൂന്ന് പറയല്. പ്ലീസ് അത് ഞാൻ കൊണ്ടുവന്ന് ദാമൂന്ന് പറയല്. എന്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യം എന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയതായിരുന്നു. എടാ നിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് പിള്ളേരെ കൊന്ന്. ദാമു എന്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യമേ മറന്നു. ഞാൻ ഹെഡ്സെറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. എന്തോ നടാ സ്വതി നീ കാണിക്കുന്നത്. പാവം എന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയതായിരിക്കും. ഈ ഗെയിമിനകത്ത് പട്ടികളൊക്കെ അങ്ങനെയാണ് വർക്കാവുന്നത്. നമ്മളാരെങ്കിലും അറ്റാക്ക് ചെയ്താലേ അത് പോയി അടിക്കാൻ പോവുള്ളൂ. എന്തോന്ന് ഞാൻ കാണിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തോന്ന് കാണിച്ചത് പില്ലേച്ചറാണ് കൊന്നത്. ദാബു വാസ് ഷോട്ട് ബൈ പില്ലേച്ചർ. എന്തോന്ന് ഗെയിമാന്തത്. ഇതാണ് ഞാൻ അവനെ ഒരിടത്ത് എടുത്തോണ്ട് പോകാത്തത്. ഇതേപോലെ എന്തെങ്കിലും സംഭവിക്കുന്നു പേടിച്ചിട്ട്. മീനുക്കുട്ടിക്ക് ഇതേപോലെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കൊണ്ട് നടക്കുന്നു. മതിയല്ലാടെ നടക്കുന്നു. അവൻ നിനക്ക് എന്തോന്ന് ഇതാ എന്നെ അല്ലാടെ നിങ്ങൾക്ക് വേണ്ടത്. എന്നാടാ നീ അവനെ കൊന്നത്? ഫസ്റ്റ് ദാമു ഇപ്പതാ മീനുക്കുട്ടി. എനിക്കിത് എന്തോന്ന് പറ്റി. എന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയതായിരിക്കും. അവരെ മുമ്പിൽ വെച്ച് നമ്മളാരെങ്കിലും അടിച്ചാൽ മാത്രമേ ആ പട്ടിനേരെ അവനെ അറ്റാക്ക് ചെയ്യാൻ പോവുള്ളൂ. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഗെയിമിനകത്തുള്ള കാര്യമേ ഞാൻ മറന്നു. കാര്യം ഞാൻ അധികം പെറ്റിനെയൊന്നും കൊണ്ട് ഇതേപോലെ നടക്കാറില്ല. ഞാനൊന്നുമില്ല. മിക്കവാറും ആ പില്ലേച്ചർ അടിക്കാൻ നോക്കി കാണും. ഈ ഗെയിം എനിക്ക് മടുത്തത്. എനിക്കിട്ട് ഇത്രയും പണിയും പെടുത്തിട്ട് ഈ കളിയൊക്കെ കളിക്കുന്ന ഏതവനാണെന്ന് എനിക്ക് അറിയാം. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇനി ഒരു പില്ലേച്ചർ കാണാൻ പാടില്ല ഈ വേൾഡിനകത്ത്. ബാക്കി എവറാ നീയാക്ക? ഒരു ചെറിയൊരു പട്ടിക്കുട്ടി നമുക്കൊന്ന് വെറുതെ വിടാൻ പറ്റൂലേ? എവിടെടാ നീയാക്ക? ഈ വേൾഡിനകത്ത് ഇനി ഒരു പില്ലേച്ചർ പോലും കാണാൻ പാടില്ല. എല്ലാത്തിനും എനിക്കൊന്ന് ഡിലീറ്റ് ചെയ്യണം. വെച്ചാട്ട് എപ്പിസോഡൊക്കെ 3-4 ദിവസം മുമ്പായിരുന്നു. ഇന്നത്തെ ബാക്കി എപ്പിസോഡ് റിവഞ്ച് ആണ്. ഈ ഒരു ഒറ്റ എപ്പിസോഡ് ഈ ഒരു വേൾഡിനകത്തുള്ള കംപ്ലീറ്റ് പില്ലേച്ചറിനെ ഡിലീറ്റ് ചെയ്യാൻ പോവാണെന്ന്. ഇന്ന് എല്ലാ എണ്ണത്തിന്റെ മരണം. ഇറങ്ങി വാടാ നീയാക്ക. ഒരു പാവം മിണ്ടാ പ്രാണിയില്ല നീയാക്ക കൊന്നത്. ദാമു ഓർമ്മ വേണം. മരിച്ചാലും നീയാക്ക മറക്കല്ല ആ പേര്. എന്റെ കൂടെ പറ. DAMU ദാമു മറക്കല്ല നീയാക്ക ആ പേര്. എനിക്കിതും പോരാ. എനിക്ക് ഇവന്മാരെ വീട്ടിൽ കയറി കൊല്ലണം. ഇവന്മാരെ ഈ ഒരു വേൾഡിൽ നിന്ന് വേറെ അടുത്ത് കളയണം. ഇവിടെ അത് ചെയ്യാൻ എനിക്കറിയാം. ഇവന്മാരുടെ കൊട്ടാരത്തിൽ പോകണം. ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോൾ ഈ ഒരു വേൾഡിനകത്ത് ഒരു പില്ലേച്ചർ പോലും ബാക്കി കാണാൻ പോകുന്നില്ല. ഈ ഒരു വേൾഡിനകത്തോട് അവന്മാർക്ക് ജനിക്കേണ്ടായിരുന്നു തോന്നണം. അതിന് അവന്മാരെ വീട്ടിൽ പോയി കൊല്ലണം. ആ വുഡ്ലാൻഡ് മാൻഷൻ. ഞാൻ ഇനി നേരെ അങ്ങോട്ട് പോകാൻ പോകുന്നു. എവിടെ എന്റെ റോക്കറ്റ്? അവന്മാരുടെ വീട്ടിലോട്ട് ആരും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വേൾഡിനകത്ത് എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അവന്മാരെ അവർ ബേസും വെച്ചോണ്ട് അവന്മാർ എവിടെ പോയി വിളിച്ചാലും ഇന്ന് ഞാൻ അവന്മാരെ തേടി പിടിച്ച് കണ്ടുപിടിച്ചിരിക്കും. ഈ ഒരു വില്ലേജ് കിട്ടി. എനിക്ക് ഇപ്പൊ ഉത്തരം കിട്ടണം. എടാ എനിക്ക് മാപ്പ് വേണം. പില്ലേച്ചർമാരെ വീടുള്ള മാപ്പ്. നിനക്ക് എത്ര പൈസ വേണം ഞാൻ തരാം. പില്ലേച്ചർമാരുടെ വീട് എനിക്കതറിയണം. എടുത്തോ. എന്റെ പൈസ മുഴുവൻ നീ എടുത്തോ. അവന്മാരുടെ വീട് എവിടെ നിന്ന് മാത്രം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. നീ എന്റെ പൈസ മുഴുവൻ നീ എടുത്തോ. അവന്മാരുടെ വീട് എവിടെ എനിക്ക് പറഞ്ഞ. യെസ്, ഇതാണ് ആ മാപ്പ്. ഇതുണ്ടെങ്കിൽ എനിക്ക് അവന്മാരുടെ വീട് എവിടെ നിന്ന് അറിയാൻ പറ്റും. ദോ ഇരിക്കുന്നത്. ഞാനിതാ വരുന്നടാ. ഞാനിതാ വരുന്നു. അവൻ പാവ എന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയതാണ്. അവന്റെ ജീവൻ പോലും നോക്കാതെ അവനെയാണ് അവന്മാർ കൊന്നത്. ആവശ്യമില്ല. എന്തായാലും നമ്മൾ അവന്മാരുടെ വീട് വരെ ഒന്ന് പോകുന്നതല്ലേ. അത് നമുക്ക് എന്തായാലും വെറും കൈയോടെ അങ്ങ് പോകണ്ട. എവിടെ എന്റെ സാൻഡ്? ഇന്ന് അവന്മാരുടെ വാക്യകത്ത് വെച്ച് ഞാൻ TNT ഇട്ട് പൊട്ടിച്ചിലേക്ക് നോക്കിയോ. ഗൺ പൗഡർ ഇവിടെ ഉണ്ട്. അതെന്താ പെട്ടി കിടക്കുന്നുണ്ട് എന്റെ കയ്യിൽ. ഈ ഒരു വേടനത്തെ ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് 1900 ദിവസം ആവാറായി. ഇതുവരെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന കംപ്ലീറ്റ് സാൻഡ് കൊടുത്തിട്ട് ഞാൻ ഫുള്ള് TNT ഉണ്ടാക്കിയിട്ടുണ്ട്. അവന്മാരെ ഈ ഒരു വേർഡ് ഡിലീറ്റ് ആക്കാൻ നമുക്ക് ഇത്ര തന്നെ ധാരാളം. ഇനി ദാമു എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇവന്മാരെല്ലാം പറയണം. ഇനി ഇതുപോലത്തെ ഒരു അവസ്ഥ വേറെ ഒരു ജീവിക്കും വരാൻ പാടില്ല. ഈ യുദ്ധത്തിന് വേണ്ടി ഞാൻ റെഡിയാണ്. എന്റെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് ഫുഡും ഏറ്റവും ബെസ്റ്റ് വെപ്പൺസും ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും മാത്രം പോരാ. എനിക്കൊരു ആർമി വേണം. വെറും ഒരു പട്ടിക്കുട്ടി എന്ന് വിചാരിച്ചില്ല അവന്മാർ അവനെ കൊന്നത്. എനിക്ക് ആ പട്ടിക്കുട്ടിനെ വെച്ച് തന്നെ വലിയൊരു ആർമി ഉണ്ടാക്കണം. എവിടെ എന്റെ ബോണ്? ഒരു പാവം പട്ടിക്കുട്ടിനെ കൊന്നിട്ട് അവന്മാർ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും അവിടെ. അങ്ങനെയുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനടക്കം നിങ്ങളിൽ പല പേരോടെ മരിച്ചിടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം
കാര്യം ആലോചിച്ചോണം, ഇത് വലിയൊരു നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇനി വേറെ ഒരു പട്ടിക്കുട്ടിനെ അവന്മാർ കൊല്ലാൻ പാടില്ല. അത് നമ്മളിന്ന് കൊല്ലുന്നവർക്ക് മാത്രമല്ല, ഇനി ഈ ഒരു വേട്ടനകത്ത് സ്പോണാൻ പോകുന്ന എല്ലാ പിലിസർമാർക്കും ആ ഒരു പേടി കാണാം. നിങ്ങൾ ഒരു കാര്യം നോക്കണ്ട, എല്ലാത്തിനും അങ്ങ് തീർത്തോണം. നമുക്കിതിന്റെ താഴെ നിന്ന് പണി തുടങ്ങാം. ഏറ്റവും താഴത്തെ ഫ്ലോറിൽ നിന്ന് ഞാനിത് അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇതുവഴി അങ്ങ് കയറാം. ആർക്ക് എന്നെ വേണോടാ, ആരെ കണ്ടാലും കടിച്ചു തിന്നുമല്ല. തീരട്ടല്ലാണോ തീരട്ടെ ഇവിടെ. ഇത്രയും പോരെ നിങ്ങൾക്ക്. നമുക്ക് ഈ തീയിലോട്ട് കുറച്ചും കൂടി ഒന്ന് ഊതി കൊടുക്കാം. എല്ലാം നിന്ന് കത്തട്ട് ഇവിടെ. ദാമു ആ പേര് മറക്കണ്ട ഇവിടെ ആരും. ഇവിടെ മേലെ പെട്ടിക്കഥകന്ന് വെച്ചിരിക്കുന്ന കുമാരി ഒരു ട്രിമ്മും കിട്ടി. ഇത്രയും ചെയ്തിട്ട് എന്റെ ദേഷ്യം മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എനിക്ക് ഇനി റിവഞ്ച് കാണാം. ഏജ് എല്ലാവരും നമുക്ക് ഇനി ഒരു സ്ഥലം കൂടെ ഉണ്ട് ബാക്കി. അത് ഇതിനെല്ലാം തുടക്കിട്ടതാ ഈ സ്ഥലത്താണ്. ദാമുവിനെ അവന്മാർ കൊന്ന സ്ഥലം. ഇനി ഇവിടെ ഉള്ളവരെ കൂടി കൊന്നാൽ എനിക്ക് ദേഷ്യം മാറും. ഞാൻ പോയി അവന്മാരെ തീർത്തിട്ട് വരാം. ഇറങ്ങി വാടാ എല്ലാണോ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ